ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് വാവുബലി ചന്തയിൽ പോയതാണ്. 101ാമത് വാവുബലി എക്സിബിഷനാണ് നടക്കുന്നത്. എല്ലാ വട്ടത്തേക്കാളും അത്യാവശ്യം നല്ല രീതിയിൽ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. സാധാരണ ചെയ്യുന്ന ഒരേ രീതിയിലായിരുന്നു, പക്ഷേ ഇത്തവണ കുറച്ച് ഡിഫറൻസൊക്കെ വന്നിട്ടുണ്ട്. അകത്തുള്ള എക്സിബിഷൻ കൗണ്ടർ ആയാലും സ്റ്റോളുകളൊക്കെ വെച്ചേക്കുന്നതായാലും ചേഞ്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മെയിൻ റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്യാൻ സ്പേസ് കിട്ടിയപ്പോൾ അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോയതായിരുന്നു. ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും തിരക്കുകളൊക്കെ ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട്. ഇതേ കണ്ടോ, 101ാമത് വാവുബലി എക്സിബിഷൻ എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. 20 രൂപയാണ് ഓരോ ആൾക്ക് ടിക്കറ്റ് വന്നത്. മോന് 5 വയസ്സായതുകൊണ്ട് ടിക്കറ്റ് എടുക്കേണ്ടി വന്നില്ല. പിന്നെ അകത്ത് കയറുമ്പം എപ്പോഴും ഉള്ളതുപോലെ തന്നെ ഇതുപോലെ സ്റ്റോളൊക്കെ ഉണ്ട്. ടോയ്സിൻ്റെ ഷോപ്പായാലും ബാക്കി കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് എക്സിബിഷൻ കാണിക്കുന്ന ആ ഒരു സ്ഥലമുണ്ട്. പിള്ളേരുടെ ആ ഒരു ഡ്രോയിങ്ങും പിന്നെ അവർ ഉണ്ടാക്കിയേക്കുന്ന കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ കുറേ എക്സിബിഷൻ്റെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ വയ്ക്കുന്നതിനേക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ട് തന്നെയായിരുന്നു ഇത്തവണത്തെ കുറേ സംഭവങ്ങൾ. നേരത്തെ പഴയതൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ കുറേ പുതിയതൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പഴയത് അങ്ങനെ അധികം കണ്ടില്ല, പക്ഷേ കൂടുതലുണ്ടായിരുന്നത് പുതിയതായിട്ട് പിള്ളേർ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. എക്സിബിഷൻ തന്നെ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി കുറേ നേരം നിങ്ങൾ കാണുന്നത് എക്സിബിഷനായിരിക്കും. നല്ല രീതിയിൽ ചെയ്ത് കുറേ വ്യത്യാസം വരുന്നുള്ളവർ. പിടിച്ചു അതിപ്പോൾ നേരത്തെ കണ്ടിട്ടുണ്ട്. തമിഴ്നാട് ആണിയൊക്കെ കാണും, ചേർന്ന് വരക്കൊണ്ട് പോകാതെ കൈ കയറും. പ്രിയമുള്ളവരെ, ഓണം വന്നു. ഓണത്തിന്റെ ഫാഷൻ ഉത്സവം ഇനി മന്ദാരം ബോട്ടിക്കിൽ. പുതിയ ട്രെൻഡിംഗ് കളക്ഷൻസ്, കേരള കസവ സാരികൾ, സ്റ്റൈലിഷ് ഓണം സാരികൾ, റെഡിമെയ്ഡ് ചുരിദാറുകൾ, ഓണം സ്പെഷ്യൽ ഡ്രസ്സസ്, ഡിസൈനർ ബ്ലൗസ് മെറ്റീരിയൽസ്, നൈറ്റികൾ, ലെഗിൻസ്, ഇന്നർ വെയർ എല്ലാം ഒരിടത്ത്. പുതിയ
വേഗം വരും, നിങ്ങളുടെ പ്രിയപ്പെട്ട ഓണം കളക്ഷൻസ് ഇന്ന് തന്നെ സ്വന്തമാക്കും. മന്ദാര ബോട്ടിക് കുഴിത്തുറ. മന്ദാര ബോട്ടിക് കുഴിത്തുറ ഓണം വந்தாச்சு. ഓണപ്പண்டிகை ஃபேஷன் திருவிழா இப்போது மந்தார போட்டிக்கு புதிய ட்ரெண்டாக ஓணம் சிறப்பு உடைகள், டிசைனர் கிளவுட் மெட்டீரியல்கள், நைட்டிகள், ഇനിത് ഈ ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെ പേരെന്താണെന്ന് കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല. കുറച്ച് പിള്ളേർ അവിടെ ട്രെയിൻ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. കളിയല്ല, ഞാനത് ഇതുപോലെ വീഡിയോ എടുക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഇവിടെ കുറച്ച് വലിയ പിള്ളേർ, ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്കും മനസ്സിലാവും കുറച്ചുകൂടെ കുഞ്ഞു പിള്ളേർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് കണ്ടിട്ട് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ എക്സിബിഷൻ കഴിഞ്ഞിട്ട് എല്ലാ വട്ടവും ഇങ്ങോട്ട് ഇറങ്ങുന്ന വഴി വേറെ രീതിയായിരുന്നു. പക്ഷേ ഇത്തവണ കുറേയൊക്കെ വ്യത്യാസം വരുത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ തന്നെ സാധാരണ സ്ഥിരം റൈഡ് എപ്പോഴും വെച്ചേക്കുന്ന ഒരു റൈഡ് ഉണ്ടായിരുന്നത് ഈ ബ്രേക്ക് ഡാൻസ് എന്ന് പറയുന്ന ഒരു റൈഡാണെന്ന് തോന്നുന്നു അതിന് പേര്. ക്ലിയറായിട്ട് എനിക്കറിയത്തില്ല. പക്ഷേ ഇത്തവണ ഒരു പുതിയ റൈഡ്, 1-2 പുതിയ റൈഡ് വന്നിട്ടുണ്ട്. കണ്ടോ, ഈ റൈഡായിരുന്നു ഇറങ്ങിപ്പോകുന്ന സ്ഥലത്തുണ്ടായിരുന്നത്. പിന്നെ ഇതേ ആ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത്തവണ പുതിയതായിട്ട് വന്നതായിരുന്നു. ഇടയ്ക്ക് പക്ഷേ ഒരു വീഡിയോയിൽ ഇങ്ങനെ അപകടം ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ അല്ല, വേറെ ഏതൊരു സ്ഥലത്ത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ റൈഡുകളിലൊക്കെ കയറാൻ പേടിയാണ്. ഞാനതുകൊണ്ട് അങ്ങനെ കയറാറില്ല. അതേ ഞാനിങ്ങനെ കണ്ട് ആസ്വദിക്കും. ഈ വീഡിയോ കണ്ടോ, വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് സ്പീഡായിട്ട് ഇറങ്ങും. അങ്ങനെ ഓരോ വ്യത്യസ്തമായിട്ടുള്ള റൈഡുകൾ ഞാൻ ചെറുതായിട്ട് ഇതിനകത്ത് വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതിനിടയിൽ ഫുഡ് സ്റ്റോളിലൊക്കെ കയറി ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലറ ചില്ലറ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു.
ഇത് പാനിപ്പൂരിയും പാവ് ബജിയും ഒക്കെ കിട്ടുന്ന കടയാണ്. ഇവിടെ നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കയറിയില്ല കഴിക്കാനായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു റൈഡ് കണ്ടോ, ഇത് കയറണം എന്ന് എപ്പോഴും വിചാരിക്കും, പക്ഷേ കയറാൻ പറ്റാറില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലകറങ്ങുമ്പോൾ എന്നൊരു പേടി ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒന്നും കയറാറില്ല. ഒരു ട്രെയിൻ പോലത്തെ ഇതുപോലെ കറങ്ങുന്നുണ്ട്, അതിനകത്ത് ഞാൻ കയറിയിട്ടുണ്ട്. ആ ട്രെയിൻ പോലത്തെ ഇതിൽ കഴിഞ്ഞ വർഷമാണ് കയറിയത്. ഇത്തവണ ഞാൻ ഒരു റൈഡിലും കയറിയില്ല. പിന്നെ ഇത് ഈ കാണുന്ന ഈ ഒരു റൈഡ് ഉണ്ടല്ലോ, ഇത് എല്ലാ വട്ടവും ഉള്ളത് തന്നെയാണ് ഈ വലുത്. പക്ഷേ ഇത്തവണ ഇതിൻ്റെ ചെറുത് ഞാൻ കണ്ടു. എല്ലാ വട്ടവും ഞാൻ കാണാറില്ല, ഞാൻ കാണാത്തതാണെന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ ചെറുത് കണ്ടു. പിന്നെ ഇത് കുഞ്ഞു പിള്ളേർക്ക് കളിക്കാനുള്ള ആ ഒരു സംഭവമുണ്ട്. പിന്നെ ജയൻറ്റ് വീലുണ്ടായിരുന്നു. പിന്നെ പെറ്റ് ഷോ, അക്വാ ഷോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്തൊന്നും കയറിയില്ല. ഇത്തവണ പിന്നെ പുതിയതായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഈ ഒരു കാറിൻ്റെത് എല്ലാ വട്ടവും ഉള്ളത് തന്നെയാണ്. ഓരോ വട്ടം ഓരോ മോഡൽ കാറാണ് കൊണ്ടുവരുന്നതെന്ന് മാത്രം, അല്ലാതെ എല്ലാ വട്ടവും ഇത് തന്നെ ഉണ്ടാവാറുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഇതുപോലെ സ്റ്റോളൊക്കെ ഉണ്ട്. ഇതിനകത്തും കടകളൊക്കെ ഉണ്ട്. ജയൻറ്റ് വീലിൽ ഞാൻ ഇതുവരെയും കയറിയിട്ടില്ല. ഒട്ടുമിക്ക റൈഡുകളും ഞാൻ കയറിയിട്ടില്ല. ഞാൻ നേരത്തെ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞത് ഇതുപോലത്തെ ട്രെയിനാണ്. ഇതിൽ അത് വേറൊരു മോഡൽ ട്രെയിനായിരുന്നു കഴിഞ്ഞ വട്ടം കയറിയത്. പിന്നെ ഈ ഒരു സംഭവം പുതിയതായിട്ട് കൊണ്ടുവന്നതായിരുന്നു, ഗോസ്റ്റ് ഹൗസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ആളുകൾ കയറിയിട്ട് വിളിയും ബഹളമൊക്കെ കേൾക്കാം. ഡാർക്ക് എന്തായാലും ആയിരിക്കില്ല, അതിനകത്തെല്ലാം ഡാർക്കായിരിക്കുമല്ലോ. ഞാൻ അതിനകത്തൊന്നും കയറാൻ പോയില്ല. വളരെ നല്ല ധൈര്യമുള്ളതുകൊണ്ട് ഞാൻ അതിലൊന്നും കയറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. ഇതിനകത്ത് കയറണമെന്ന് എപ്പോഴും മോൻ പറയും. ലാസ്റ്റ് ഒരു വട്ടം ഇതുപോലെ ഉള്ളിടത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വെയിറ്റ്, അതായത് വെയിറ്റാണോ ഹൈറ്റാണോ, ഏജ് ഇത്രയായി കയറ്റത്തില്ല എന്ന് പറഞ്ഞു. അവനെ കയറ്റിയില്ലായിരുന്നു. പിന്നെ ലാസ്റ്റ് ഇവിടെ ഞങ്ങൾ ചോദിച്ചു നോക്കി. അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, ഈ പ്രായത്തിൽ പിള്ളേർക്ക് കയറ്റുമെന്ന് പറഞ്ഞു. 70 രൂപയായിരുന്നു ചാർജ് വരുന്നത്. അങ്ങനെ കാശായിട്ട് തന്നെ കൊടുക്കണമായിരുന്നു. അപ്പം കാശ് കൊടുക്കാമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോഴുള്ള സന്തോഷമാണ് നിങ്ങളീ കാണുന്നത്. ഞാൻ കയറ്റാമെന്ന് പറഞ്ഞതിൻ്റെ സന്തോഷമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാശൊക്കെ കൊടുത്തു, ഒരു കൂപ്പണൊക്കെ വാങ്ങി അതോടെ കൊടുത്തപ്പോഴത്തേക്ക് അവനത് ഇതിനകത്തേക്ക് കയറ്റാണ്. എന്നിട്ട് ഇവരിതേ കൈകൊണ്ട് തന്നെ ഇതിങ്ങനെ കറക്കി പോകും. ആദ്യമായിട്ടാണ് ഇതിൽ കയറുന്നത്. അവൻ ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടെ സമയം കിട്ടിയിരുന്നെങ്കിൽ അതെന്ന് അവൻ പറഞ്ഞു കേട്ടോ. പക്ഷേ ഇതിൽ അത്യാവശ്യം നല്ല സമയം തന്നെ അവർ കൊടുക്കുകയും ചെയ്തു. ഒരുപാട് പെട്ടെന്നൊന്നുമല്ല ഇറക്കിയത്, കുറേ സമയം കളിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാര്യം അടുത്ത പിള്ളേർ വരുമ്പോഴേ ഇവർ ഇറക്കത്തുള്ളൂ. അത്രയും നേരം എന്തായാലും കിട്ടുന്നുണ്ടായിരുന്നു. അവൻ കുറേ നേരം എൻജോയ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. കുറേ കാലമായിട്ട് പറഞ്ഞിരുന്ന ആ ഒരു ആഗ്രഹമായിരുന്നു ഇത്. അതെന്തായാലും ഇന്ന് സാധിച്ചു. ഞാൻ വിചാരിച്ചു ഇതിനകത്ത് ഇനി ഒരിക്കലും അവന് കയറാൻ പറ്റത്തില്ല എന്ന കാര്യം. ഒരു വട്ടം ചോദിച്ചപ്പം ഏജ് ഇത്ര ആയതുകൊണ്ട് കയറാൻ പറ്റത്തില്ല, വെയിറ്റ് താങ്ങത്തില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും കയറാൻ പറ്റില്ല എന്ന് ചോദിച്ചു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് അവൻ എന്തായാലും കയറാൻ പറ്റി. ഭയങ്കര സന്തോഷമായിരുന്നു അവന്. നല്ല രസമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല. പിന്നെ ഈ ഒരു സംഭവം ഇല്ലേ, ഇതാണ് ഞാൻ പറഞ്ഞത്. എല്ലാ വട്ടവും നമ്മൾ എൻട്രൻസിൽ കയറി വരുമ്പം ഈ ഒരു റൈഡാണ് കാണാറ്. പക്ഷെ ഇത്തവണ എല്ലാം റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സംഭവം, ഇത് മോൻ്റെ സ്കൂളിലൊക്കെ ഉള്ള സംഭവം തന്നെയാണ്. അതുകൊണ്ട് അതിനകത്തൊന്നും അവൻ കയറണമെന്നൊന്നും വാശി പിടിച്ചിട്ടുണ്ടായില്ല. പിന്നെ നമ്മളിത് ഈ ഒരു സ്റ്റോളിൽ നിന്നാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മറ്റേ കോളിഫ്ലവറൊക്കെ ഇട്ട് ചെയ്യുന്നില്ല, കോളിഫ്ലവർ ഫ്രൈ ചെയ്തത്, അത് വാങ്ങിയത്. അതിന് 70 രൂപയാണ് പറഞ്ഞത്. എല്ലാത്തിനും റേറ്റ് കൂടുതലാണിപ്പോൾ. അതും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഗൂഗിൾ പേ തന്നെയാണ് ചെയ്തത്. അത് 50 റുപ്പീസുള്ളൂ. നല്ല കോൺ തന്നെയായിരുന്നു, കുഴപ്പമില്ല. നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റാണ്. സ്വീറ്റ് കോൺ തന്നെയായിരുന്നു. മോന് വേണ്ടിയിട്ട് ഞങ്ങൾ അധികം എരിവൊന്നും ഇട്ടില്ല. അവന് ഈ കോണ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവനും കഴിച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ തന്നെ വലിയ ചക്ക, വലിയ തേങ്ങ അങ്ങനെയൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. അത് കുറച്ചുകൂടി അപ്പുറത്ത് പോകുമ്പോഴത്തേക്കും കാണാൻ പറ്റും. എല്ലായ്പ്പോഴും ഉള്ളതുപോലെ തന്നെ ഇത്തവണ ഉണ്ടായിരുന്നു. ഇതിനടുത്ത് ഇതുപോലെ ഫാൻസി സ്റ്റോറും ടോയ്സൊക്കെ ഉള്ള സ്റ്റോറൊക്കെ ഉണ്ടായിരുന്നു. കുറേ നേരം മുമ്പ് ബഹളം ഉണ്ടാക്കി. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ നടന്ന് ലാസ്റ്റ് ഒരു 30 രൂപയുടെ ടോയ് അവന് വാങ്ങിക്കൊടുത്തു. പിന്നെ ഒരു 2 സ്ലൈഡൊക്കെ വാങ്ങി, വേറൊന്നും വാങ്ങിയില്ല. പിന്നെ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞില്ലേ ഈ വലിയ ചക്ക, വലിയ തേങ്ങയൊക്കെ വെച്ചേക്കുന്നത്, അതുപോലെ കുറച്ച് ഐറ്റംസ് അവർ ഈ വർഷവും കണ്ടുപിടിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്തുണ്ടായിരുന്നു ചക്കയൊക്കെ ഇത്തവണ വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. അത് ഉള്ളിലാണ് ഇരിക്കുന്നത്, കണ്ടോ? നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത്യാവശ്യം വലിപ്പമുള്ള ചക്ക തന്നെയാണ്. സാധാരണ ഉള്ളതിനേക്കാളും ഇച്ചിരി വലിപ്പമുണ്ട്. എന്തായാലും ഇത്തവണ അവർ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റത്തെ ഞങ്ങൾ തിരിച്ചിറങ്ങുവാണ്. ഇവിടെ ഈ ഒരു പലഹാരം സ്ഥിരം ഉള്ളതാണ്. അതിൽ നിന്ന് കുറച്ച് വാങ്ങി അമ്മച്ചിക്ക് വേണ്ടിയിട്ട്.
പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് കാടമുട്ട ഇങ്ങനെ വേവിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിന്ന് ഒരെണ്ണം, അതായത് 5 മുട്ട ഇതുപോലെ ഒരു സ്റ്റിക്കിലാക്കി തരുന്നത് 50 രൂപയാണ്. അപ്പം അതും ഒരെണ്ണം വാങ്ങിക്കഴിച്ചു. ഒരെണ്ണം വാങ്ങിക്കഴിച്ചപ്പോൾ ഒന്നുകൂടെ കഴിക്കാൻ തോന്നി, അങ്ങനെ ഒന്നുകൂടി വാങ്ങിക്കഴിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. മോന് മുട്ട ഇഷ്ടമായതുകൊണ്ട് തന്നെ അവനും കഴിച്ചിട്ടുണ്ടായിരുന്നു. അവരിങ്ങനെ ഇട്ടിട്ട് കുരുമുളകൊക്കെ ഇട്ട് പിന്നെ തിരിച്ച് വെച്ച് വേവിച്ച് തന്നെയാണ് തരുന്നത്. അത് ഞാൻ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേവിച്ചിട്ട് ഇത് ഇങ്ങനെയാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. 5 മുട്ട ഇതുപോലെ മറിച്ചിട്ട് കൂടി വേവിച്ച് തരും. ഹാഫ് ബോയിൽഡ് അല്ല. അപ്പോൾ ഇവിടെ പാട്ടൊക്കെ ഇട്ടത് കണ്ടിട്ട് അവനിത് ഇങ്ങനെ ഡാൻസ് കളിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്തുനിന്നൊരു ബൂസ്റ്റ് കുലുക്കി കൂടെ വാങ്ങി കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി. കഴിഞ്ഞ വട്ടം ഞാൻ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല. സെയിം പഴയത് തന്നെ ആയതുകൊണ്ട് ഞാൻ എടുത്തില്ല. ഇത്തവണ എനിക്ക് കണ്ടപ്പോഴത്തേക്കും എല്ലാം കുറച്ചൊരു പുതുമ തോന്നിയതുകൊണ്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം വാവുബലി എക്സിബിഷൻ ഇത്തവണത്തത് വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.